സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വര മരണം. കൊല്ലം സ്വദേശിനിയായ സ്ത്രീയാണ് മരിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഈ മാസത്തെ മൂന്നാമത്തെ അമീബിക് മസ്തിഷ്ക ജ്വര മരണമാണിത്. അരുൺ സോളമൻ നൽകും വിശദാംശങ്ങൾ. അരുൺ, എപ്പോഴാണ് മരണം സംഭവിച്ചത്? കൃത്യമായ മാർഗനിർദ്ദേശങ്ങളൊക്കെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഒരു മരണം എന്നുള്ളൊരു വാർത്തയാണ് വരുന്നത്. സംസ്ഥാനത്ത് ഏറെ ആശങ്കയോടുകൂടി തന്നെയാണ് അമീബിക് മസ്തിഷ്ക ജ്വരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊല്ലം സ്വദേശിനിയാണ് ഇപ്പോൾ മരണപ്പെട്ടത്. 48 വയസ്സായിരുന്നു ഇവർക്ക്. കഴിഞ്ഞ മാസം സെപ്റ്റംബർ മാസം 23-ാം തീയതിയാണ് ഇവർക്ക് രോഗം സ്ഥിരീകരിച്ചത്. തുടർന്ന് ചികിത്സയിൽ തുടരുകയായിരുന്നു. ഇന്നിപ്പോൾ വൈകുന്നേരത്തോടു കൂടിയാണ് ഇവരുടെ മരണം സ്ഥിരീകരിക്കുന്നത്. കൊല്ലത്ത് കശുവണ്ടി തൊഴിലാളിയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഈ മാസത്തെ ഇതോടുകൂടി ഇപ്പോൾ മൂന്നാമത്തെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. നേരത്തെ ഇപ്പോൾ 10 ദിവസങ്ങൾ പിന്നിടുമ്പോൾ തന്നെ 10ഓളം കേസുകൾ ഇപ്പോൾ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതിൽ ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് ചെയ്ത കേസ് എന്ന് പറയുന്നത് പാറശാല സ്വദേശിനിയായിട്ടുള്ള 38-കാരൻ. അദ്ദേഹം തിരുവനന്തപുരം RCCയും ക്യാൻസറുമായി ബന്ധപ്പെട്ട് ചികിത്സ തുടരുന്നതിനിടയിലായിരുന്നു ഇങ്ങനെ രോഗം സ്ഥിരീകരിക്കുന്നത്. ഇതിനോടകം ഈ രോഗം എങ്ങനെയാണ് വരുന്നതെന്ന് ഇതുവരെയും ആരോഗ്യ വകുപ്പിലെ വിദഗ്ധർക്കൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ജനങ്ങൾക്കും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിനും ഒരുപോലെ ആശങ്കയിലാക്കിയിരിക്കുന്നത്. കാരണം ഇത് സംബന്ധിച്ച് ഇത് വെള്ളത്തിൽ നിന്നും മലിനജലത്തിൽ നിന്നുമൊക്കെ പടരുന്ന ഒരു രോഗമാണെന്നുള്ള പ്രാഥമിക വിലയിരുത്തലുകൾക്കപ്പുറം ഇപ്പോൾ ഈ രോഗം ഏത് ഘട്ടത്തിലും മനുഷ്യനിലേക്ക് എത്താം എന്നുള്ള വിലയിരുത്തലിലേക്ക് ആരോഗ്യ വിദഗ്ധർ മാറിയിരിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇപ്പോൾ 10 മാസം പിന്നിടുമ്പോൾ സംസ്ഥാനത്ത് 98 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതിൽ 23 മരണം ആണ് ഇതിലിപ്പോൾ ഇതിനോടകം സംഭവിച്ചിരിക്കുന്നത്. അതിനർത്ഥം 4-1 മരണം സംഭവിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യ വിദഗ്ധർ ഇതിനോടകം പ്രോട്ടോകോൾ അടക്കമുള്ളവ നടപ്പിലാക്കി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചികിത്സ അടക്കം നടപ്പിലാക്കി വരുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപ് താമരശ്ശേരിയിലൊക്കെ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനോടകം തന്നെ ഇതിനെ എങ്ങനെ ചെറുത്തു നിർത്തണം, എങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ള ഇതിന് വലിയ ആശങ്ക ഇപ്പോഴും ആരോഗ്യ വകുപ്പിനുണ്ട്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കൊല്ലം സ്വദേശിനി അതിദാരുണമായി വീണ്ടും മരണപ്പെട്ടിരിക്കുന്നു. പരമാവധിയുള്ള ചികിത്സ ആരോഗ്യ വകുപ്പിലെ വിദഗ്ധരൊക്കെ നൽകുമ്പോഴും എങ്ങനെയാണ് ഈ രോഗത്തെ പ്രതിരോധിക്കേണ്ടതെന്ന ഘട്ടത്തിൽ അതിന്റെ വലിയ ആശങ്ക തുടരുകയാണ്.